ആലപ്പുഴയിൽ മൂന്നംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്ന വാർത്ത നേരത്തെ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നവർ നീന്തി പുറത്തിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അവരുടെ ചില പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി. ഏണെങ്കിൽ ഒരു ഡേഞ്ചർ മേഖലയായിട്ടാണ് നിൽക്കുന്നത്. ഒന്നോ രണ്ടോ അല്ല, പല ആക്സിഡന്റ് ഉണ്ടായി ഈ മൂലയ്ക്ക് തന്നെ. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു വണ്ടി ഒന്ന് ഇടിച്ചിട്ട് പോസ്റ്റ് ഉൾപ്പെടെ മറിഞ്ഞിട്ട് ആ പോസ്റ്റിന്റെ ചാറ് ഉൾപ്പെടെ ഇലക്ട്രിസിറ്റിക്കാർ മേടിച്ചു ആ വണ്ടിക്കാരോട്. അവരുടെ വണ്ടി അവിടെ ചത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. 8 പേര് അതിനകത്തുണ്ടായിരുന്നു. കഷ്ടിച്ച് അവർ രക്ഷപ്പെട്ടു. അതൊക്കെ മുമ്പോട്ടും അപകടം ഉണ്ടായിട്ടുണ്ട്. വടക്ക് നിന്നും നമ്മൾ തെക്കോട്ട് പോകുന്ന വഴിക്ക് ഈ വളവ് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് മുൻകാലങ്ങളിലൊക്കെ ഇവിടെ പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. ഇത്രയും നല്ലൊരു റോഡ്, ഈ റോഡിനോട് ചേർന്ന് ഈ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഈ തോട് കവിഞ്ഞ് വെള്ളമാകുന്ന സ്റ്റേജിൽ ഈ റോഡേതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഈ ഒരു വളവ് അവന് പ്രത്യേക എന്തെങ്കിലും കർവ് പോലെ സംവിധാനം അണക്കി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഇവിടെ ഉണ്ടാകത്തില്ല. ഇനിയും മുൻകാലങ്ങളിൽ, അതായത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിലെ സഞ്ചരിക്കുന്നത്. അവർക്ക് ഏതാണ് ഇതിന്റെ വളവ്, ഇതിന്റെ ദിശ ഒന്നും അറിയാൻ പറ്റാത്തൊരു മേഖലയാണിത്. അതിന് അധികാരികളുടെ ഭാഗത്തുനിന്നും ശക്തമായ ഒരു നടപടി സ്വീകരിക്കണം. ആ സ്ഥലം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. ബസ് സ്റ്റാൻഡിന് തൊട്ട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ്. അവിടെ ഒരു വളവുണ്ട്. ആ വളവ് ഒരുപക്ഷെ പലപ്പോഴും ഡ്രൈവർമാർ കാണാറില്ല. അതങ്ങനെ വളവ് നൂന്നില്ലെങ്കിൽ നേരെ പോയി കനാലിലേക്കാണ് വീഴുക. ആ കനാലാണെങ്കിൽ ഹൗസ് ബോട്ടുകളും മറ്റു ബോട്ടുകളും ഒക്കെ പോകുന്ന, യാത്രാ ബോട്ടുകളും ഒക്കെ പോകുന്ന തരം ആഴമുള്ള, പ്രേക്ഷകർക്ക് കാണാം അവിടെ ഒരു ഹൗസ് ബോട്ട്, ഒരു യാത്രാ ബോട്ട് പോകുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്ര ആഴമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ കാർ അത്ര ആഴത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ബാക്കിയുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടത്. ഡ്രൈവർ സ്ഥാനത്താണ് ബിജോയ് ഇരുന്നത്. ആ ബിജോയാണ് വാഹനം ഓടിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ബിജോയ് അപകടത്തിൽപ്പെടുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും. ഒരുപക്ഷെ ഡോറ് തുറക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബിജോയ്ക്കും പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ മറ്റു 2 പേരെ പിന്നീട് അവർ രക്ഷപ്പെട്ട് പുറത്തു വന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ആ ജെട്ടിയുടെ അടുത്താണ് നിൽക്കുന്നത്. ആ ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്താണ് ഈ വാഹനം കിടക്കുന്നത്. ശരത് SS ഉണ്ട്. ശരത്ത്, ആ വാഹനം കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഡോർ ഒരുപക്ഷെ തുറക്കാൻ ബിജോയ്ക്ക് സാധിച്ചിരുന്നെങ്കിൽ ബിജോയ്ക്കും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ ആയതുകൊണ്ട് ഒരുപക്ഷെ കുടുങ്ങിപ്പോകാനാണ് സാധ്യത, അല്ലേ? സീറ്റ് ബെൽറ്റ് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവുകയും ചെയ്യും. അരുൺ പറഞ്ഞത് ജന്മദിനം ആഘോഷിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു ബിജോയ്. അതായത് തത്തമ്പള്ളി സ്വദേശിയാണ്. അങ്ങനെ ആലപ്പുഴ നഗരത്തിലേക്ക് വരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ജന്മദിനം ആഘോഷിക്കാനായിരുന്നു. 2 സുഹൃത്തുക്കളായിരുന്നു ബിജോയ്ക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ വാഹനം ഓടിച്ചത് ബിജോയാണ്. ഈ അപകട സമയത്ത് ഈ ഡോറ് തുറക്കാൻ കഴിയാത്തതോടുകൂടി തന്നെ ബിജോയ് വാഹനത്തിൽ കുടുങ്ങുകയായിരുന്നു. മറ്റു 2 സുഹൃത്തുക്കളും ഡോറ് തുറന്ന ശേഷം നീന്തി കരയ്ക്ക് കയറുകയും ചെയ്തു. ഇവരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുക. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി ഈ ഡോറ് തുറന്ന ശേഷം ബിജോയെ കരക്കെത്തിച്ചെങ്കിലും തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 31 വയസ്സാണ്. ഈ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി എത്തിയതായിരുന്നു. അതായത് രാത്രി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കാനാണ് ഇവർ കാറുമായി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ പുന്നമട